നമസ്കാരം. കൈരളി ന്യൂസ് രാത്രി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. നേർവഴി തിരഞ്ഞെടുക്കൂ, അഭിമാനത്തോടെ മുന്നേറും. VKC പ്രൈഡ്. സംസ്ഥാനത്ത് ഇന്ന് 79 പേർക്ക് കോവിഡ്. ഏറ്റവും അധികം രോഗികൾ മലപ്പുറത്ത്, 47 പേർ വിദേശത്തു നിന്നും, 26 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ, 60 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പുതിയ ഹോട്ട്സ്പോട്ട്. തിരുവനന്തപുരത്ത് 12 കെപ്കോ ജീവനക്കാർ ക്വാറന്റൈനിൽ. ആറ്റിങ്ങലിൽ കോവിഡ് നിരീക്ഷണത്തിലിരുന്ന പ്രവാസി തീ കൊളുത്തി മരിച്ചു. കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യ ചൈന സംഘർഷം. ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യൻ കേണലും 2 ജവാന്മാർക്കും വീരമൃത്യു. ഏറ്റുമുട്ടൽ നടന്നത് ഗാൽവാൻ താഴ്വരയിൽ. 34 സൈനികരെ കാണാനില്ലെന്ന് ടെലഗ്രാഫ് പത്രം. ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതായി ഇന്ത്യ. സൈനികരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPIM. ചെറിയ അനാസ്ഥ പോലും കോവിഡ് പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം തുടങ്ങി. രാജ്യത്ത് കോവിഡ് മരണം 10,000-ലേക്ക്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കൃത്യമായ തെളിവും മൊഴിയുമുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പരാതിക്കാരി കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് താക്കീതായി രാജ്യവ്യാപക പ്രക്ഷോഭം. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉത്തേജക പാക്കേജായി മോദി സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് S. രാമചന്ദ്രൻ പിള്ള. പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിന് താക്കീതാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നാടിന്റെ അഭിമാനങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ വിറ്റു തുലയ്ക്കുകയാണെന്ന് MA ബേബി. പെട്രോൾ ഡീസൽ വില ഇന്നും വർദ്ധിപ്പിച്ചു. വില വർധനവ് തുടർച്ചയായ 10ാം ദിനവും. പെട്രോളിന് വർദ്ധിപ്പിച്ചത് 47 പൈസയും ഡീസലിന് വർദ്ധിപ്പിച്ചത് 54 പൈസയും. 10 ദിവസത്തിനിടെ വില വർദ്ധിച്ചത് 5.5 രൂപയോളം. പെൻഷൻ പ്രായം കൂട്ടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണത്തിൽ ബോളിവുഡ് ആത്മപരിശോധന നടത്തണമെന്ന് നടൻ വിവേക് ഒബ്രോയ്. സുശാന്തിന്റെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കണമെന്ന് കങ്കണ റാവത്ത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ഇന്ന് 79 പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 60 പേർ രോഗമുക്തി നേടി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 26 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 5 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇത് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ഗോകുൽ തത്സമയം ചേരുന്നുണ്ട്. ഗോകുൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സംസ്ഥാനത്ത് 79 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? നിർബൻ, സംസ്ഥാനത്ത് നിന്ന് 79 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ ജില്ല തിരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള 15 പേർക്കും, എറണാകുളം ജില്ലയിൽ നിന്നുമുള്ള 13 പേർക്കും, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ നിന്നുമുള്ള 7 പേർക്ക് വീതവും, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ നിന്നുമുള്ള 6 പേർക്ക് വീതവും, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുമുള്ള 4 പേർക്ക് വീതവും, കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള 2 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. 26 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. ആദ്യം നമുക്ക് ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്ക് നോക്കാം. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ വന്നതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുവൈറ്റിൽ നിന്ന് 23 പേർ വന്നു. UAEയിൽ നിന്ന് ഇന്ന് 12 പേർക്ക് ഇന്ന് കോവിഡ് പോസിറ്റീവായി. ഖത്തർ 5, ഒമാൻ 3, സൗദി അറേബ്യ 2, ബഹ്റിൻ 1, തജിക്കിസ്ഥാൻ 1 എന്നിങ്ങനെയാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്ക്. 26 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. അവർ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നതെന്ന് പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 13 പേർ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന 5 പേർക്കും, ഡൽഹിയിൽ നിന്ന് വന്ന 3 പേർക്കും, പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന 2 പേർക്കും, കർണാടക, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്ക് വീതവും ഇന്ന് കോവിഡ് പോസിറ്റീവ് ആവുകയുണ്ടായി. 5 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ 2 പേർക്കും, മലപ്പുറം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ ഓരോരുത്തർക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ആരോഗ്യ
ആരോഗ്യ പ്രവർത്തകയ്ക്കും ഇന്ന് രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 60 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമുള്ള 14 പേർക്കും, ഈ 14 പേരിൽ ഒരാൾ കൊല്ലം സ്വദേശിയാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുമുള്ള 9 പേർക്കും, കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള 8 പേരുടെയും, മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള 7 പേരുടെയും, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ നിന്നുമുള്ള 5 പേരുടെ വീതവും, കോട്ടയം ജില്ലയിൽ നിന്നുമുള്ള 4 പേരുടെയും, പത്തനംതിട്ട, തൃശ്ശൂർ ജില്ലകളിൽ നിന്നുമുള്ള 3 പേരുടെ വീതവും, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ നിന്നുമുള്ള ഒരാളുടെയും പരിശോധനാ ഫലമാണ് ഇന്ന് നെഗറ്റീവായത്. ഇപ്പോൾ ഇതോടെ 1234 പേർക്കാണ് ആകെ സംസ്ഥാനത്ത് കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയത്. നിലവിൽ ഇപ്പോൾ 1366 പേരാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. നിർഭൻ. ഗോകുൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് പുതുതായി രോഗം സ്ഥിരീകരിക്കുമ്പോൾ അത്രയേറെ പേര് തന്നെ രോഗമുക്തി നേടുന്നു. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ സംഭവം. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശോധന 3000 പ്രതിദിനം പരിശോധനയുടെ അളവ് 3000-ലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഫലങ്ങളും അനുദിനം വരുന്നുമുണ്ട്. ഇന്ന് പുതുതായി ഹോട്ട്സ്പോട്ടുകൾ 1 പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഹോട്ട്സ്പോട്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനകൾ സംബന്ധിച്ച വിശദാംശങ്ങളും എന്തൊക്കെയാണ് ഗോകുൽ? നിർഭൻ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4003 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഇതുവരെ 1,18,893 വ്യക്തികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 4081 സാമ്പിളുകളുടെ പരിശോധനാ ഫലം കൂടി വരുന്നതേ ഉള്ളൂ. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ മുതലായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്നും 32,534 സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ലഭ്യമായ 31,093 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ പരിശോധന നടത്തി, അതായത് സാമൂഹിക സമ്പർക്കമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പല രീതിയിലുള്ള റാൻഡം ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം അടക്കം 1,57,117 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. ഇന്ന് പുതിയതായി ഒരു പ്രദേശത്തെ കൂടി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് പുതിയ ഹോട്ട്സ്പോട്ട്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ 16, 17, 18, 19, 20, 21 വാർഡുകളെയാണ് ഇന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് 16 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, തത്തമംഗലം, കണ്ണാടി, കാരാക്കുറിശി, കൊടുവായൂർ, കൊല്ലങ്കോട്, പട്ടാമ്പി, പുതുപരിയാരം, ശ്രീകൃഷ്ണപുരം, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ, പായിപ്പാട്, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, മാടപ്പള്ളി, ഐമനം, കങ്ങഴ, തൃക്കടിത്താനം, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയാണ് ഇന്ന് ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. നിലവിൽ ആകെ 110 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. നിർഭൻ. വ്യക്തമാണ് ഗോകുൽ. ഇന്ന് സംസ്ഥാനത്ത് ആകെ 79 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഇതിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് 5 പേർക്ക് മാത്രമാണ്. 60 പേർക്ക് രോഗമുക്തിയും നേടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഇത് സംബന്ധിച്ച സമഗ്രമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ നമ്മുടെ പ്രതിനിധി ഗോകുലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്ത് ആകെ നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളവരുടെ ആകെ കണക്കുകൾ കൂടി നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വിവിധ ജില്ലകളുടെ കണക്കാണ് നാം പരിശോധിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആകെ കേസുകൾ 51. ഇതിൽ പുതുതായി ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് 4 കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആകെ കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 86. പുതിയ കേസായി പറയുക 4 കേസാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ആകെ നിലവിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 101 എങ്കിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 6 പേർക്കാണ്. ആലപ്പുഴ ജില്ലയിൽ 100 കേസുകളാണ് ആകെ ഉള്ളത്. പുതുതായി 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കേസുകളുടെ എണ്ണം 60. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്കാണ്.
ഇടുക്കിയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കേസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 27 പുതുതായി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളത്തെ ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കേസുകളുടെ എണ്ണം 95, പുതുതായി റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 13. തൃശൂർ ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് 150, പുതുതായി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആകെ 7. പാലക്കാട് ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 143, പുതിയ കേസുകൾ 6. മലപ്പുറം ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കേസുകളുടെ എണ്ണം 210, പുതുതായി റിപ്പോർട്ട് ചെയ്തത് 15. കോഴിക്കോട് ജില്ലയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 102, ഇപ്പോൾ നിലവിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തത് 4 കേസുകളാണ്. വയനാട് ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് 16, പുതുതായി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് 132, പുതുതായി 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ അവിടെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുടെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 93, പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 2 പേർക്കുമാണ്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരം പേട്ട കെപ്കോയിലെ 12 ജീവനക്കാർ നിരീക്ഷണത്തിൽ. കഴിഞ്ഞ ദിവസം മരിച്ച രമേശന്റെ ഭാര്യ ഇവിടുത്തെ ജീവനക്കാരിയായിരുന്നു. കഴിഞ്ഞ മാസം 28-നാണ് അവർ അവസാനമായി ജോലിക്കെത്തിയത്. രമേശന്റെ വീട്ടിലും കെപ്കോ ജീവനക്കാർ സന്ദർശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജീവനക്കാരെ നിരീക്ഷണത്തിലാക്കിയത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? നിർബൻ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട രമേശിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇപ്പോൾ വലിയ ആശങ്കകൾ ഉയരുകയാണ്. പ്രത്യേകിച്ചും എവിടെ നിന്നാണ് രമേശിന് രോഗം ബാധിച്ചത് എന്നതിൽ ഒരു വ്യക്തത ഇതുവരെയായി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് രമേശിന്റെ ഭാര്യ ജോലി ചെയ്ത പേട്ടയിലെ കെപ്കോയുടെ ഔട്ട്ലെറ്റിൽ ഉള്ള ജീവനക്കാരെ ഇപ്പോൾ നിരീക്ഷണത്തിൽ മാറ്റിയിരിക്കുന്നത്. കാരണം ഈ ജീവനക്കാരി അവിടെ കഴിഞ്ഞ മാസം 28 വരെയാണ് ജോലിക്ക് വന്നിട്ടുള്ളത്. തുടർന്ന് അവരുടെ ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി മോശപ്പെട്ട സാഹചര്യത്തിൽ അവധിയിൽ പോവുകയായിരുന്നു. പക്ഷേ അവധിയിൽ പോയ സാഹചര്യത്തിൽ കെപ്കോയിലെ തന്നെ ജീവനക്കാർ അവിടെ വീട്ടിലെത്തി രമേശിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ കെപ്കോയിലെ 12 ജീവനക്കാരെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ തന്നെ ജനറൽ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിട്ടാണ് രമേശൻ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഈ 2 ആശുപത്രികളിലെയും ആരോഗ്യ പ്രവർത്തകരെയും രമേശിനെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ജനറൽ ആശുപത്രിയിൽ മാത്രം 10 ആരോഗ്യ പ്രവർത്തകരെയാണ് ഈ രീതിയിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതും വളരെ ഒരു ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ് ആരോഗ്യ വകുപ്പിന്. കാരണം ഇദ്ദേഹത്തിന് കോവിഡ് ബാധ മരണം വരെ സ്ഥിരീകരിച്ചിരുന്നില്ല. അത്തരം ഒരു കോവിഡ് രോഗി ആയി അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുമില്ല. മരണശേഷമാണ് ഇത്തരത്തിൽ സംശയം തോന്നിയ സ്രവ പരിശോധന നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്. അല്പസമയം മുമ്പാണ് രമേശിന്റെ മൃതദേഹം പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ സംസ്കരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂട്ട് മാപ്പിന് ഒരു അന്തിമ രൂപം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യ വകുപ്പും. നിർബൻ, വ്യക്തമാണ് ഷീജ. തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ഷീജയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിൽ ക്വാറന്റൈനിലായിരുന്ന യുവാവ് ഭാര്യാഗൃഹത്തിലെത്തി ആത്മഹത്യ ചെയ്തു. മണമ്പൂർ സ്വദേശി സുനിൽകുമാറാണ് ആറ്റിങ്ങൽ കൊടുമൻ കോളനിയിൽ ആത്മഹത്യ ചെയ്തത്. ഗൾഫിൽ നിന്ന് 7 ദിവസത്തിന് മുൻപ് എത്തിയ സുനിൽകുമാർ ക്വാറന്റൈനിൽ ആയിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ദിനകർ തത്സമയം ചേരുന്നുണ്ട്. ദിനകർ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? നിർബൻ, ഒരാഴ്ച മുൻപ് ഗൾഫിൽ നിന്നും എത്തിയ സുനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത്. മണമ്പൂർ സ്വദേശിയാണ് സുനിൽകുമാർ. 33 വയസ്സായിരുന്നു ഇയാൾക്ക്. 7 ദിവസം ആയി ക്വാറന്റൈനിലായിരുന്നു ഇദ്ദേഹം. ആറ്റിങ്ങലിൽ ഭാര്യാഗൃഹത്തിലെത്തിയാണ് ആത്മഹത്യ ചെയ്തത്. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു.
ആറ്റിങ്ങൽ കൊടുമൺ കോളനിയിൽ ആണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ എന്താണ് സംഭവം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. ഭാര്യയുടെ വീട്ടിൽ എത്തിയാണ് സുനിൽ കുമാർ ആത്മഹത്യ ചെയ്തത്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. നിർബൻ. വ്യക്തമാണ്. കെ ജി ദിനകർ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി കെ ജി ദിനകറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് മരണം 10,000-ലേക്ക് കടക്കുകയാണ്. ഒരു ദിവസത്തിനിടയിൽ 380 പേർ മരിച്ചതോടെ ആകെ മരണം 9,900-ആയി ഉയർന്നിട്ടുണ്ട്. രോഗഭേദമായവരുടെ നിരക്ക് 50% കടന്നു. അതേസമയം ദില്ലി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനിന് കോവിഡ് ഇല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2,155 പേരാണ് കോവിഡ് ബാധിച്ച് ഇന്ത്യയിൽ മരിച്ചത്. മരണസംഖ്യ 9,900-ലെത്തിയതോടെ കോവിഡ് മരണങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 8ാം സ്ഥാനത്തായി. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 10,667 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 3,43,091. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദിനംപ്രതി വർദ്ധിച്ചു വന്നിരുന്ന പുതിയ രോഗികളുടെ നിരക്ക് 2 ദിവസമായി നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. 1,53,178 പേർ ചികിത്സയിൽ തുടരുന്നു. 1,80,013 പേർക്ക് രോഗം ഭേദമായി. മഹാരാഷ്ട്രയിൽ 1,10,744 പേർക്ക് ഇതുവരെ രോഗം കണ്ടെത്തി. 4,128 മരണം റിപ്പോർട്ട് ചെയ്തു. 42,829 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ച ദില്ലിയിൽ 1,400 മരണവും 24,055 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഗുജറാത്തിൽ 1,505 പേർക്കും ജീവൻ നഷ്ടമായി. തമിഴ്നാട്ടിൽ 46,504 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 479 പേർ മരിച്ചു. കനത്ത പനിയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ദില്ലി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സത്യേന്ദ്ര ജെയിന് ഇന്ന് കോവിഡ് പരിശോധന നടത്തും. തിങ്കളാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ചെറിയ അനാസ്ഥ പോലും കോവിഡ് പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് തത്സമയം ചേരുന്നുണ്ട്. സന്തോഷ്, വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയും ദില്ലിയും തമിഴ്നാടുമൊക്കെ കോവിഡിൻ്റെ സാഹചര്യം വളരെ ദുഷ്കരമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷ് സർലിംഗ്. 4 പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായുള്ള വീഡിയോ കോൺഫറൻസ് ആരംഭിച്ചത്. ഇതിന്റെ ആദ്യം ആമുഖമായി തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു. കോവിഡ് മഹാമാരി ഇപ്പോഴും നമ്മളെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഇക്കാര്യത്തിൽ തുടർന്നേ മതിയാവുകയുള്ളൂ. നിലവിൽ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഗവിമുക്തമാകുന്നവരുടെ ശതമാനം ഇന്ത്യയിൽ 50%-ൽ കൂടുതലാണ്. വലിയ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ പോലും അത് വലിയൊരു പ്രതിസന്ധിയായി ഇന്ത്യയിൽ മാറിയിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി യോഗത്തിന്റെ ആദ്യം തന്നെ അവകാശവാദമായി പറഞ്ഞിരിക്കുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു മാതൃകയാണ് മുഖ്യമന്ത്രിമാരുമായുള്ള ഈ കൂടിയാലോചനകൾ എന്നും മോദി പറയുകയുണ്ടായി. കഴിഞ്ഞ കുറെ ആഴ്ചകളായി അടഞ്ഞുകിടന്ന ലോക്ക്ഡൌണിൽ ഇപ്പോൾ ഒരു പച്ച വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതായത് തുറക്കലിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ജീവനും ജീവനോപാധികളും എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് എക്കോണമിയും ഇതിനോടൊപ്പം തന്നെ വളർന്നേ മതിയാവുകയുള്ളൂ എന്നാണ് മോദി പറഞ്ഞത്. അതിനുശേഷം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. നിലവിൽ ഇൻഡസ്ട്രിയൽ വ്യാവസായിക വികസനം തന്നെ ഉത്തരാഖണ്ഡിൽ ഒരു 90% തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഈ യോഗത്തിന് ശേഷം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അതിൽ പറഞ്ഞത് നിലവിൽ പഞ്ചാബ് വീടുകൾ തോറും കയറി ഇറങ്ങി പരിശോധനകൾ നടത്തുന്നുണ്ട്. അത്തരം മാതൃകകൾ പിന്തുടരാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ പിന്നീട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അതിലിത് പറയുന്നില്ല. പകരം പ്രധാനമന്ത്രി സംസാരിച്ചതിനെ കുറിച്ചും ഇപ്പോൾ ചർച്ച നീളുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും നിലവിൽ അവസാനം വന്ന ചില സാഹചര്യങ്ങൾ കാരണം അദ്ദേഹം ഈ യോഗം റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കൂടിക്കാഴ്ച മുന്നോട്ട് പോകുന്നു. ഓരോ മുഖ്യമന്ത്രിമാരിൽ നിന്ന് അവരുടെ സജഷൻ എടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് വേണം എന്ന് തന്നെയാണ്. അമരീന്ദർ സിംഗ് പറഞ്ഞത് മുഖ്യമന്ത്രിമാരുടെ ഒരു സമിതി രൂപീകരിക്കണം. കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി
ഇത് പരിഹരിക്കാൻ സംസ്ഥാന കേന്ദ്ര ഉത്തരവാദിത്വത്തോടെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് അവർ പഠിക്കണം എന്നൊരാവശ്യമാണ്. എന്തായാലും മോദി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും യോഗം നീളുകയാണ്. വ്യക്തമാണ്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ആണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. PM കെയേഴ്സ് ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. അതിഥി തൊഴിലാളികളുടെ താമസം, ചികിത്സ, ഭക്ഷണം, യാത്ര എന്നിവ ഒരുക്കുന്നതിന് മാത്രമേ ഈ ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിക്കാൻ അനുവാദമുള്ളൂ. ഇതിൽ മാറ്റം വരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ഷീജ തത്സമയം ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ? നൃപൻ, 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിൽ PM കെയർ ഫണ്ടിലെ തുക സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിക്കുന്നത്. അതിൽ പ്രധാനമായും ഒന്ന് 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയ്ക്ക് 50% വെയിറ്റേജ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതുവരെയുള്ള കോവിഡ് രോഗികളുടെ ആകെ എണ്ണത്തിന് 40% വെയിറ്റേജ് എന്നതും. മൂന്നാമത്തേത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തുല്യ പങ്കിന് 10% വെയിറ്റേജ്. അതത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിന് ചെലവഴിക്കുന്ന തുക അവിടെയുള്ള അതിഥി തൊഴിലാളികളുടെ എണ്ണത്തെ ആശ്രയിച്ചായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയ്ക്ക് 50% വെയിറ്റേജ് നൽകുന്നതിന് പകരം ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശമുള്ള അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിന് 50% വെയിറ്റേജ് നൽകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇമെയിലിലൂടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 4.85 ലക്ഷം അതിഥി തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. അവർക്ക് ഭക്ഷണം, പാർപ്പിടം എന്നിവ ഒരുക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ക്ഷേമം ഉറപ്പാക്കാനും കേരളം മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ മുൻ ചിലവുകൾ ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഇതുവരെ അതിഥി തൊഴിലാളികൾക്കായി കേരളം ചെലവഴിച്ച തുക അത് തിരിച്ചു കിട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇത് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഇമെയിലിലൂടെ പ്രധാനമായും ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഷീജ. തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ഷീജയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യ ചൈന സംഘർഷം. ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യൻ കേണലിനും 2 ജവാന്മാർക്കും വീരമൃത്യു ഉണ്ടായി. ഗാൽവാൻ താഴ്വരയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. വെടിവയ്പ്പിലാണ് മരണമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതായി ഇന്ത്യ അവകാശപ്പെട്ടു. ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമിച്ചുവെന്നാണ് ചൈനയുടെ വാദം. കരസേനാ മേധാവി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നിവരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. അതേസമയം 34 ഇന്ത്യൻ സൈനികരെ കാണുന്നില്ല എന്ന് ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത്ത് തത്സമയം ചെയ്യുന്നുണ്ട്. കൂടിയാലോചനകൾക്ക് വേദിയാവുകയാണ്. ഇന്നലെയായിരുന്നു ഇന്ത്യ സംഘർഷം ഉണ്ടാവുകയും ചൈനീസ് ആക്രമണത്തിൽ 3 പ്രതിഷേധം ചെയ്തത്. ഇതിന് പിന്നാലെ പുറത്തു വന്നത്. ശേഷം ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതുപോലെ തന്നെ മേധാവി MM നരേന്ദ്രയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷയത്തെ കൈകാര്യം ചെയ്യണം വേണ്ടിയാണ് ഏതായാലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ പ്രതിരോധ മന്ത്രി വിളിച്ച് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നതാണ് ലഭിക്കുന്ന വിവരം. മുമ്പായും ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി യോഗം വിളിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദില്ലിയിലെ യോഗം നടന്നത്. ഈ നിലയിൽ ദില്ലിയിൽ കിഴക്കൻ ലഡാക്കിലെ സംഘർഷവുമായി ചർച്ചകൾ നടക്കും. കേന്ദ്ര തലത്തിൽ ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത്താണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPIM. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ നിലവിലുള്ള അവസ്ഥയിൽ അയവ് വരുത്തണമെന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും PB ആവശ്യപ്പെട്ടു. 2 സർക്കാരുകളും അടിയന്തരമായി ഉന്നതതല യോഗം വിളിച്ച് ചേർക്കണം. ഇതിലൂടെ മുൻധാരണ പോലെ അതിർത്തിയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് എതിരെ CPIM നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം നടന്നു. AKG ഭവന് മുന്നിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. പശ്ചിമബംഗാൾ, ത്രിപുര, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ ബഹുജനങ്ങൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചേർന്നു. കോവിഡ് രൂക്ഷമാവുകയും ലക്ഷക്കണക്കിന് പേർ തൊഴിലില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയത്തും കേന്ദ്ര സർക്കാർ തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് CPIM ആഹ്വാനം ചെയ്ത ബഹുജന പ്രക്ഷോഭം. കോവിഡ് കാലത്തും അനവധി പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധത്തിൽ അണിനിരന്നു. ഷിംലയിൽ പാർട്ടി പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു.
പശ്ചിമബംഗാൾ, ത്രിപുര, ഹരിയാന, പഞ്ചാബ് തുടങ്ങി മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ടായി. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പോസ്റ്റുകളും പ്ലക്കാർഡുകളുമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്നവർക്ക് 6 മാസത്തേക്ക് മാസം തോറും 10 കിലോ ഭക്ഷ്യധാന്യം നൽകുക, പാവപ്പെട്ടവർക്ക് മാസം 7,500 രൂപ നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിന പ്രവൃത്തി ദിനം ഉറപ്പാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെക്കൻ മേഖലയിൽ നടന്ന CPIM പ്രതിഷേധത്തിൽ ലക്ഷങ്ങളാണ് അണിനിരന്നത്. തിരുവനന്തപുരത്ത് 13,318 കേന്ദ്രങ്ങളിലും കൊല്ലത്ത് 20,000 കേന്ദ്രങ്ങളിലും പത്തനംതിട്ടയിൽ 7,330 കേന്ദ്രങ്ങളിലുമാണ് പ്രതിഷേധം നടന്നത്. തിരുവനന്തപുരം പാളയത്ത് നടന്ന പരിപാടി പോളിറ്റ് ബ്യൂറോ അംഗം S. രാമേന്ദ്രപിള്ള ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമേന്ദ്രപിള്ള കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. കോവിഡ് കാലത്തും കേന്ദ്രം വർഗീയത കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 6 മാസത്തേക്ക് ആദായ നികുതി പരിധിക്ക് പുറത്തുള്ളവർക്ക് പ്രതിമാസം 7,500 രൂപ വീതം കേന്ദ്ര സർക്കാർ പണമായി നൽകണമെന്ന് S. രാമേന്ദ്രപിള്ള ആവശ്യപ്പെട്ടു. അതുപോലെ കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഈ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യമൊരുക്കാൻ യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഈ ലോക്കൗട്ട് ദീർഘകാലം തുറന്നു കൊണ്ടുപോകാനാവാത്തതാണ്. പടിപടിയായി തുറന്നു കൊടുക്കേണ്ടി വരും. അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. യാതൊരു കരുതലുമില്ലാതെയാണ് ഇക്കാര്യത്തിലും ഈ ഗവൺമെൻറ് നടപടികൾ എടുക്കുന്നത്. ഇന്നിപ്പോൾ കോവിഡിൻ്റെ വ്യാപനം, ആ വ്യാപനത്തെ തടയാനെടുത്ത നടപടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ പ്രതികൂലകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന കേരളത്തെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകുമെന്നും കോടിയേരി വ്യക്തമാക്കി. അത് സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നു വന്നു. ആ പരാതികൾ പരിഹരിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഏതെങ്കിലും തരത്തിൽ തെറ്റായി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള നിലപാടും ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചു കഴിഞ്ഞു. ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ച് ഗോഡൌണിൽ കിടന്നിട്ടും അത് പാവപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറാവാത്ത കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് MA ബേബി കുറ്റപ്പെടുത്തി. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ പുരകത്തുമ്പോൾ വാഴ വെട്ടുകയല്ല ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. രാജ്യം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് വലിയൊരു തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ഈ നാടിൻ്റെ അഭിമാനങ്ങളായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സമ്പത്താണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതെല്ലാം വിറ്റുതൊലയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖല വിദേശ കുത്തകൾക്ക് തീരെഴുതുന്നു. തിരുവനന്തപുരത്ത് 13,318 കേന്ദ്രങ്ങളിലും കൊല്ലത്ത് 20,000 കേന്ദ്രങ്ങളിലും പത്തനംതിട്ടയിൽ 7,330 കേന്ദ്രങ്ങളിലും സമരപരിപാടികൾ നടന്നു. കൊല്ലത്ത് KN ബാലഗോപാലും പത്തനംതിട്ടയിൽ KJ തോമസും പരിപാടികളിൽ പങ്കാളികളായി. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ CPIM സംഘടിപ്പിച്ച സമരത്തിൽ മധ്യകേരളത്തിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായി. മധ്യകേരളത്തിലെ 5 ജില്ലകളിലായി 8 ലക്ഷം കേന്ദ്രങ്ങളിൽ സമരം നടന്നു. 4 ലക്ഷത്തോളം പേരാണ് സമരത്തിൽ അണിനിരന്നത്. സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചായിരുന്നു സമരം നടന്നത്. തൃശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള മധ്യകേരളത്തിലെ 5 ജില്ലകളിലായി 4.5 ലക്ഷത്തോളം പേരാണ് സമരത്തിൽ അണിനിരുന്നത്. കോട്ടയം ജില്ലയിൽ 15,870 കേന്ദ്രങ്ങളിലായി 85,000-ഓളം പേർ സമരത്തിൽ അണിനിരുന്നു. BSNL ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി VN വാസവൻ സമരത്തിന് നേതൃത്വം നൽകി. എറണാകുളം ജില്ലയിൽ 15,000 കേന്ദ്രങ്ങളിലായി 75,000 പേരാണ് സമരത്തിൽ പങ്കെടുത്തത്. നഗരത്തിൽ നടന്ന സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി CN മോഹനൻ സമരത്തിന് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലയിൽ 10,000 കേന്ദ്രങ്ങളിലായി 50,000-ഓളം പേർ സമരത്തിൽ അണിനിരുന്നു. കുഞ്ചിത്തണ്ണിയിൽ ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. 26,740 കേന്ദ്രങ്ങളിലായി 1 ലക്ഷത്തോളം പേർ ആലപ്പുഴ ജില്ലയിൽ മാത്രം ദേശീയ പ്രക്ഷോഭത്തിൽ അണിനിരുന്നു. തൃശൂർ ജില്ലയിൽ 12,500 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. 80,000-ഓളം പേർ അണിനിരന്ന സമരപരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം AG's ഓഫീസിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ നിർവഹിച്ചു. സാമൂഹ്യ അകലം, മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു പ്രവർത്തകർ സമരത്തിൽ അണിനിരുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി. കേന്ദ്ര സർക്കാരിനെതിരായ CPIM പ്രക്ഷോഭത്തിൽ മലബാറിൽ ജനലക്ഷങ്ങളാണ് അണിനിരുന്നത്.
ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോവിഡ് കാലത്തും ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് വടക്കൻ കേരളത്തിൽ ഉയർന്നത്. CPIM നേതൃത്വത്തിൽ ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടന്നു. 11 മണി മുതൽ 12 വരെ നടന്ന 1 മണിക്കൂർ നീണ്ട സമരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തകർ പങ്കാളികളായി. കാസർഗോഡ് ജില്ലയിൽ 20,000-ലേറെ കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. 1.5 ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്തു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് നടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ 15,000 കേന്ദ്രങ്ങളിലായി 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. ജില്ലാതല ഉദ്ഘാടനം പഴയ ബസ് സ്റ്റാൻഡിൽ PK ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. ദേശീയ സംസ്ഥാന പാതകളിൽ നിന്ന് 1 കിലോമീറ്റർ വിട്ടായിരുന്നു സമരകേന്ദ്രങ്ങൾ. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സമരത്തിന് നേതൃത്വം നൽകി. 25,000 കേന്ദ്രങ്ങളിലായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പ്രതിഷേധ ധർണ. ആദായ നികുതി ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എളമ്പരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൻ്റെ കോവിഡ് പാക്കേജ് ജനത്തെ കബളിപ്പിക്കുന്നതാണെന്ന് എളമ്പരം കരീം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി P. മോഹനനും ആദായ നികുതി ഓഫീസിന് മുന്നിലെ ധർണയിൽ പങ്കെടുത്തു. ഗ്രാമ നഗരപ്രദേശങ്ങളിലായി 1.25 ലക്ഷം പേർ പങ്കാളികളായി. മലപ്പുറത്ത് 12,000 കേന്ദ്രങ്ങളിലായി 1 ലക്ഷം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മലപ്പുറം കുന്നുമ്മൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ LDF കൺവീനർ A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കു വേണ്ടിയല്ല കേന്ദ്ര സർക്കാർ രാജ്യം ഭരിക്കുന്നതെന്നും അംബാനിയെ പോലുള്ള ബിസിനസ്സുകാരുടെ ബ്രോക്കറാണ് പ്രധാനമന്ത്രിയെന്നും വിജയരാഘവൻ പറഞ്ഞു. അടച്ചുപൂട്ടപ്പെട്ട ഒരു സമൂഹത്തിൽ, സമ്പത്ത് ജനങ്ങളുടെ കൈകളിൽ എത്താത്ത ഒരു സമൂഹത്തിൽ, ചിലവഴിക്കാൻ ശേഷി ഏറ്റവും കുറവുള്ള ഒരു സമൂഹത്തിൽ ആരെങ്കിലും വ്യവസായവുമായി, ചെറുകിട ഇടത്തരം വ്യവസായവുമായി രംഗത്ത് വരുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള പ്രാഥമിക ബോധം പോലും നമ്മുടെ ഭരണകൂടത്തിൽ ഇല്ലാതെ പോയി എന്ന ദുരവസ്ഥയാണ് നാം കാണുന്നത്. വയനാട്ടിൽ 3,216 കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ MLA-യും വൈത്തിരിയിൽ ജില്ലാ സെക്രട്ടറി P. ഗഗാറിനും സമരം ഉദ്ഘാടനം ചെയ്തു. CPIM പ്രതിഷേധ ധർണയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ സംസാരിച്ചു. 15,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടന്നു. ഒരു ബ്രാഞ്ചിൽ 5 കേന്ദ്രങ്ങളിലായി നടന്ന ധർണയിൽ 1 ലക്ഷം പേർ പങ്കെടുത്തു. പ്ലക്കാർഡുകളേന്തി കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കോഴിക്കോട്.